ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓംലെറ്റ് ആണോ സാൻഡ്വിച്ച് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇതൊരു ഓംലെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഓംലെറ്റ് ആണ്. നമ്മുടെ പൊറോട്ടയും മുട്ടയും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു 2-3 മുട്ടയും കുറച്ച് ക്യാപ്സിക്കം, സവോള, തക്കാളി ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മുട്ട പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്, 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3-4 മുട്ട എടുക്കാം കേട്ടോ. മുട്ട കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ മുട്ട ചേർക്കാം. അപ്പോൾ ചെറിയൊരു വലിപ്പത്തിൽ, ഈ ഒരു വലിപ്പത്തിലാണ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ, വലുതായി പോരുത്. പിന്നെ നമുക്ക് വേണ്ടത് പൊറോട്ടയാണ്. പൊറോട്ട നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഉണ്ടാക്കിയതല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ പൊറോട്ടയുടെ വീഡിയോയുടെ ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഉണ്ടാവും. നമ്മുടെ വെയിറ്റ് പൊറോട്ട ആണെങ്കിലും സാധാരണ മൈദയുടെ പൊറോട്ട ആണെങ്കിലും നൂൽ പൊറോട്ട ആണെങ്കിലും എല്ലാ പൊറോട്ടയുടെയും വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട ഒന്നൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഒരു 5 പൊറോട്ട എടുക്കുന്നുണ്ട്, അതുകൊണ്ട് 4 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. 3 മുട്ടയെ എടുത്ത് വെച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4-5 മുട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട ചേർക്കാം. മുട്ട കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാനും താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ മുട്ടയിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ, അപ്പോൾ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കുരുമുളക് പൊടി ചേർക്കാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൊടുക്കുന്ന റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ മുട്ടയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ മുട്ടയ്ക്കും അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വെജിറ്റബിൾസിന് ഉപ്പുണ്ടാവില്ല, അത് നമ്മൾ ശ്രദ്ധിച്ച് ചേർക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസിന് വേണ്ട എരിവും നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ട എരിവും എല്ലാം വേണമല്ലോ, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. തക്കാളി എടുക്കുമ്പോൾ തക്കാളിയുടെ സീഡ്സ് റിമൂവ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഈ റെസിപ്പി പെർഫെക്റ്റ് ആവില്ല. എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെ സീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുളി വരും. അപ്പോൾ പുളി അധികം ഇല്ലാതെ തക്കാളിയുടെ ആ ഒരു കളർ മാത്രമാണ് ഇതിന് നല്ലത്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ പൊറോട്ടയുടെ ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും, മുട്ട ഇഷ്ടമായിരിക്കും, വെജിറ്റബിൾസ് മാത്രമേ താല്പര്യം ഉണ്ടാവാതിരിക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. നമുക്ക് ബട്ടറിൽ ചെയ്യാം ഈ റെസിപ്പി, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബട്ടറൊന്നും നമ്മൾ കഴിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. കുട്ടികൾക്കാകുമ്പോൾ ബട്ടറിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ലൈറ്റായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മുട്ടയൊന്ന് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് വലിയ ഓംലെറ്റ് എനിക്ക് ആവശ്യമില്ല, ചെറിയ ഓംലെറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന പൊറോട്ടയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഓംലെറ്റിൻ്റെ വലിപ്പം തീരുമാനിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി പാൻ എടുക്കാതെ ഈ ഒരു പാൻ എടുത്തത്. ഇനി ഈ മുട്ടയൊന്ന് കുക്കായി വരട്ടെ. ഒരുപാട് ഓവറായിട്ട് കുക്കായി പോകുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് ഇതിലേക്ക് പൊറോട്ട വെച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓംലെറ്റിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യാം. ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് കുക്കായി വരുമ്പോൾ ഇഷ്ടമാണെങ്കിൽ, എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് മുട്ട കുക്കായി വരില്ല.
അതിന് മുന്നേ ആയിട്ട് നമ്മൾ മറിച്ചൊക്കെ ഇടുമല്ലോ. അതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കുകയാണ്. പൊറോട്ട ചെറുതായിരിക്കണം നമ്മുടെ മുട്ടയേക്കാൾ. ഇനി മുട്ടയൊന്ന് കുക്കായി വരട്ടെ. പൊറോട്ട വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊറോട്ട മുട്ട ഉപയോഗിച്ച് കവർ ചെയ്താണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പൊറോട്ട വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ പൊറോട്ടയാണെങ്കിൽ ചപ്പാത്തി പാനിൽ ഓംലെറ്റ് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കുക. അത് നമ്മുടെ കയ്യിലുള്ള പൊറോട്ടയുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരുത്തുക. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട എല്ലാ ഭാഗവും കുക്കായി വരണം. പൊറോട്ട ഒന്ന് ചൂടായി വരണം. ചൂട് പൊറോട്ടയാണ്, അതൊന്നുകൂടി ഒന്ന് ചൂടായി വരണം. ഒരുപാടങ്ങ് പൊറോട്ട വല്ലാതെ ഹാർഡായി പോരുത് കുക്ക് ചെയ്തിട്ട്. മുട്ട അതുകൊണ്ട് അധികം കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അധികം കട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട കുക്കായി വരാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റായിട്ട് ചെറിയൊരു തിക്നെസ്സിൽ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് ഒന്നുകൂടി തിരിച്ചിടാണ്. അപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാ ഭാഗവും കുക്കായിട്ടുണ്ട്. മുട്ടയുടെ ഈ സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി അടിഭാഗം ഒന്നുകൂടി കുക്കായി കഴിയുമ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാം, മടക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഓരോ ചെറിയ റോൾസ് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല എങ്കിലും സ്കൂളിൽ പോകുന്ന ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇതുപോലെ മടക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും നമുക്ക്. ഇത് കാണുമ്പോൾ ഓംലെറ്റ് ആണെന്നേ വിചാരിക്കുള്ളൂ. പൊറോട്ടയാണ് ഉള്ളിലുള്ളതെന്ന് കുട്ടികൾ വിചാരിക്കില്ല. കഴിച്ചു കഴിയുമ്പോഴാണ് പൊറോട്ടയാണ് ഉള്ളിലുള്ളതെന്ന് കുട്ടികളും വീട്ടിലുള്ള വലിയ ആളുകളും എല്ലാവരും അറിയുള്ളൂ. ആ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കഴിച്ച് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഇത് തന്നെ 4ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു വിടാം കേട്ടോ. ഇപ്പോൾ 2ആയിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട പൊറോട്ട അതാ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഒരു പൊറോട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, മുട്ട പുറമേ വന്നിട്ട് പൊറോട്ട അകത്തുണ്ടെന്നുള്ളത് അറിയേയില്ല. ഓംലെറ്റ് ആണെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഴിച്ചോളും, നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും. അതുപോലെ തന്നെ ഇതുപോലെ തന്നെയുള്ള റെസിപ്പി നമ്മൾ ചപ്പാത്തിയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി എഗ് റോൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കിട്ടും. പൊറോട്ട താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ആ റെസിപ്പി നോക്കിയിട്ട് ചപ്പാത്തി എഗ് റോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പലരും പറയാറുണ്ട് പൊറോട്ട ഹെൽത്തിന് നല്ലതല്ല, മൈദയല്ലേ എന്നൊക്കെ. അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നിങ്ങളെങ്കിൽ ചപ്പാത്തി ചെയ്തോളൂ. അപ്പോൾ ഞാൻ വേറൊരു പൊറോട്ടയും കൂടി കാണിക്കാം കേട്ടോ. ഇത് ഞാൻ പൊറോട്ട ഉള്ളിൽ മുട്ട വെച്ചിട്ട് റോൾ ചെയ്തെടുത്തതാണ്. ഇത് കാണുമ്പോൾ നമ്മൾ പൊറോട്ട റോൾ ചെയ്തതായിട്ടേ തോന്നുള്ളൂ. നമ്മുടെ മുട്ട അതിൻ്റെ ഉള്ളിലുള്ളതായിട്ട് തോന്നുകയില്ല. വെറുതെ പൊറോട്ട റോൾ ചെയ്തെടുത്തിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ ഓംലെറ്റ് കട്ട് ചെയ്ത പോലെ. അപ്പോൾ നമുക്ക് ഈ 2 രീതിയിലും പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗസ്റ്റ് വരുമ്പോഴും ഇഫ്താറിനും ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് കഴിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പിന്നെ ഒരു പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.